സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ. അതെ, അന്ന് ഇത് വിവാദമാകാത്ത ഇത് ഇന്നിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് സെലിബ്രേറ്റ് ആയി കഴിഞ്ഞപ്പോ വിവാദമാക്കണമെങ്കിൽ ഇത് മനഃപൂർവ്വം വിവാദമാക്കുന്നത്. അല്ലാതെ വിധവകളെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല രേണുസുതി മദ്യപിക്കുന്നത്. ചേച്ചി ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട്? ഇതൊക്കെ പറയണോ? ഒരു 30. നമ്മള് കോട്ടയത്തുകാരല്ലേ, നമ്മള് ക്രിസ്മസിനൊക്കെ 2 അടിക്കും, അത്രേ ഉള്ളൂ. പലരും ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി സെലിബ്രിറ്റി ആയതിനു ശേഷമാണ് ഈ മദ്യപാനം തുടങ്ങിയത്, അപ്പം സെലിബ്രിറ്റി ആയതിന് ഹുങ്ക് കാണിക്കുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പറയുന്നവരോട് ഞാൻ എന്താണ് പറയേണ്ടത്? എന്തായാലും സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ. അതെ, അപ്പം സുധിച്ചേട്ടൻ ഉള്ളപ്പം ഞാൻ വല്ലപ്പോഴും കഴിക്കുന്ന കാര്യം ഞാൻ തുറന്നു പറഞ്ഞതുമാണ്. ഇന്നല്ല ഞാൻ പറയും, ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ഒരു എന്റെയും പ്രതീക്ഷിന്റെ ഒരു അതിലിങ്ങനെ മീഡിയാസ് വന്നപ്പോൾ എന്നോട് ഇങ്ങനെ കള്ള് ഷാപ്പിലായിരുന്നു അത്. എന്നോട് ഈ കള്ളുമായിട്ട് ബന്ധപ്പെട്ട് എന്നോട് ചോദിച്ചു, രേണു സുധി അടിക്കാറുണ്ടോ? ഞാൻ മുന്നേ വല്ലപ്പോഴും സുധിച്ചേട്ടനുള്ളപ്പോൾ കഴിക്കുമായിരുന്നു. കസിൻസ് എല്ലാം കൂടെ വല്ലപ്പോഴും ക്രിസ്മസിന് കഴിക്കുമായിരുന്നു. അന്ന് ഇത് വിവാദമാകാത്ത ഇത് ഇന്നിപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് സെലിബ്രേറ്റ് ആയി കഴിഞ്ഞപ്പോൾ വിവാദമാക്കണമെങ്കിൽ ഇത് മനഃപൂർവ്വം വിവാദമാക്കുന്നവരാണ്. അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മൾ റിപ്ലൈ കൊടുക്കുന്ന കാര്യമുണ്ടോ? ദാറ്റ്സ് ഇറ്റ്. ആണ്. അപ്പൊ സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും ഇങ്ങനെ ചില സമയത്ത് വല്ലപ്പോഴും മാത്രമായിരുന്നു അടിക്കാറ്? തീർച്ചയായിട്ടും ക്രിസ്മസ്, ന്യൂ ഇയർ, പിന്നെ എന്താണ് പിള്ളേരുടെ ബർത്ത്ഡേ പാർട്ടി ഒക്കെ വരുമ്പോൾ നമ്മൾ കസിൻസ് എല്ലാം കൂടി, നമ്മൾ പുറത്തുനിന്നല്ല കസിൻസ് എല്ലാം കൂടിയിട്ട് സന്തോഷമായിട്ട് വൈനും വോഡ്കയൊക്കെ കഴിക്കും. മാജിക് മൊമെന്റ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? അതെ അതെ അതെ. ചേച്ചി ഏകദേശം എത്ര പെഗ് വരെ അടിക്കാറുണ്ട്? ഇതൊക്കെ പറയണോ? ഒരു 30. 30 എന്ന് പറയുന്നത് അളവല്ലേ? അത് തന്നെയാ പറഞ്ഞത്. ഗ്ലാസിന്റെ എണ്ണ ചോദിച്ചത്. അങ്ങനെയൊന്നും ഗ്ലാസിന്റെ എണ്ണ ഒന്നും പറയാനൊന്നുമില്ല. 30 എന്ന് പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം 30 തന്നെയാണ്. ഒന്നും ആകത്തില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നവർക്ക്. അപ്പൊ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ പപ്പ ചേച്ചി ചെറുതായിരുന്നപ്പോ തന്നെ മദ്യപാനം നിർത്തിയതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വല്ലപ്പോൾ ക്രിസ്മസിന് അല്ലെങ്കിൽ ന്യൂ ഇയറിന് കൂടിയിരുന്ന് അടിക്കുമ്പോ പപ്പ ഇങ്ങനെ പറയാറില്ലേ? ഇല്ല, സുധിച്ചേട്ടനോടൊപ്പം പറയാറൊന്നുമില്ല. പിന്നെ ഈ പപ്പമാരുടെ അമ്മമാരുടെ മുൻപിലാണോ നമ്മൾ അടിക്കുന്ന കസിൻസ് എല്ലാം? എനിക്കറിയത്തില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കോട്ടയംകാർ അല്ലെങ്കിൽ അച്ചായന്മാരൊക്കെ എല്ലാരും കഴിക്കുന്നതാണ്. വീട്ടിലുള്ളവരെല്ലാരും ഒരുമിച്ച്. എന്നാലും പപ്പാമാരൊന്നും, എന്നാലും എത്ര കസിൻസ് ആണെങ്കിലും വീട്ടിലുള്ളവരാലും നമ്മൾ മുതിർന്നവരുടെ മുന്നൊന്നും കഴിക്കാനൊന്നും ആയിട്ടില്ല. ഇന്ന് വരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാലും ഇതിന്റെ ഒരു ഗുരു ആരാ ഇതിന് തുടക്കം ഇട്ടുന്നത്? സുധിച്ചേട്ടൻ തന്നെയാണ്. സുധിച്ചേട്ടനല്ല, എന്റെ മാമന്മാരൊക്കെ നന്നായിട്ട് കഴിക്കുമായിരുന്നു. ഒരു ക്രിസ്മസിനൊക്കെ കഴിക്കുമായിരുന്നു. മാമന്മാരെ ഒരു ചെറുതിലെ തന്നെ നമ്മൾ കാണുന്നതാണ് ഇവരൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മള് കോട്ടയത്തുകാരല്ലേ, നമ്മള് ക്രിസ്മസിനൊക്കെ 2 അടിക്കും, അത്രേ ഉള്ളൂ. ചേച്ചി ബിഗ് ബോസിൽ പോയത് വിധവകളെ റെപ്രസെന്റ് ചെയ്താണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോ മദ്യപിക്കണമെന്ന മെസ്സേജ് ആണോ നിങ്ങള് സമൂഹത്തിന്? ഒരിക്കലും മദ്യപിക്കണമെന്ന മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ടില്ല. എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പേഴ്സണൽ കാര്യം പറഞ്ഞു. അത് വിധവകളെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ മദ്യപിക്കുവാന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഞാൻ എന്റെ കാര്യം, പേഴ്സണൽ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വിധവകളെ റെപ്രസെന്റ് ചെയ്താണ് രേണുസുതി മദ്യപിക്കുന്നത് എങ്ങും പറഞ്ഞിട്ടില്ല. രേണുസുതിക്ക് ഇഷ്ടം മാജിക് മൊമെന്റ് ആണെന്നും വല്ലപ്പോഴും ക്രിസ്മസിനോ ഓണത്തിനോ വല്ലപ്പോഴും കഴിക്കുമെന്ന് സുധിച്ചേട്ടൻ ഉള്ളപ്പോ തൊട്ട് കഴിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ വിധവകളെ റെപ്രസെന്റ് ചെയ്തിട്ടല്ല രേണുസുതി മദ്യപിക്കുന്നത്. അപ്പൊ ഈ വന്ന ഈ വിവാദങ്ങളൊക്കെ കിച്ചു മോൻ കണ്ടിട്ടുണ്ടായിരുന്നോ? മോൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും? ഒന്നും പറയത്തില്ല. അവൻ എന്താ അതൊന്നും കണ്ടിട്ടുണ്ടാവോന്ന് ചോദിച്ചാൽ അവനൊന്നും കാണത്തില്ല. അങ്ങനെ സമയമില്ല. ചേച്ചി ഇങ്ങനെ വളർന്നു വരുന്നത് ഇഷ്ടപ്പെടാതെ വെറുതെ വന്ന് എയറിലാക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഈ ആൾക്കാര്? ചോദ്യം ചോദിച്ച് എയറിലാക്കുന്ന ഒരു മീഡിയക്കാരാ? അതന്നെ, അല്ല സോറി, മീഡിയക്കാരുടെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ചേച്ചി വളർന്നു വരുന്നത് ഇഷ്ടമില്ലാതെ പലരും ചേച്ചി വ്ളോഗർമാരായാലും മീഡിയക്കാരായാലും ഈവൻ ആരായാലും. മീഡിയക്കാരെ ഞാനൊന്നും പറയത്തില്ല. കാരണം എന്താ വെച്ചാ ഒരു പരിധിവരെ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന മീഡിയ വഴിയാണ്. ഒരു മീഡിയേറ്റർ ആണ്. ആശയവിനിമയം മറ്റുള്ളവരെ അറിയിക്കുന്നതൊക്കെ ഇവര് തന്നെ. മീഡിയക്കാരെ ഞാനൊന്നും പറയാറില്ല. വ്ളോഗർമാര് നെഗറ്റീവ് മാത്രം. അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒന്നും അറിയത്തില്ല, ചുമ്മാ ഒരു സാധനം കിട്ടിയതേ ഉള്ളൂ. പിന്നെ അങ്ങ് മദ്യപാനിയാക്കുക രേണുസുതി. അങ്ങനെ ഒന്നുമല്ല. രേണുസുതി അറിയാവുന്നവർക്കറിയാം എന്താണ് രേണു എന്ന്. അപ്പം അങ്ങനെ തികഞ്ഞൊരു പെണ്ണിന് മദ്യപാനിയാകാനൊന്നും എനിക്ക് അറിയത്തില്ല, പറ്റത്തില്ല. ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല. ഞാനൊരു വീട്ടമ്മയാണ്. സോ ഞാൻ അങ്ങനത്തെ ഒരാളെ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസിനും ന്യൂ ഇയറിനൊക്കെ കഴിക്കാത്ത പെണ്ണുങ്ങൾ ചുരുക്കമാണെന്ന് തോന്നുന്നു. എനിക്കറിയില്ല. കോട്ടയത്തെ മിക്കവരും ഞങ്ങൾ അച്ചായത്തിമാർ, ഞങ്ങൾ കസിൻസ് എല്ലാം കഴിക്കുന്നതായിരുന്നു. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാണ്. ഞാൻ എന്ന് പറഞ്ഞ തികഞ്ഞ മദ്യപാനി ഒന്നുമല്ല രേണുസുതി. പിന്നെ വ്ളോഗർമാർക്ക് അത് മതിയല്ലോ. അത് എടുത്തിട്ട് അവരുടെ വ്യൂസിന് വേണ്ടിയിട്ട് അവരത് പലതും പറയും.
അതൊന്നും നമ്മുടെ ബിസിനസ് അല്ല, നമ്മളെ അത് ബാധിക്കുന്നുമില്ല. കാരണം എന്നെ അറിയാവുന്നവർക്ക് എന്നെ അറിയാം.